2 മേൽക്കൂരകൾ, 2 കരാറുകാർ, ഒരേ ജോലി, എന്നാൽ വ്യത്യസ്ത കഥകൾ. പെട്ടെന്ന് ചെയ്യ, ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. പരേഷ് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നം ഉപയോഗിക്കുന്നു. വേഗം ചെയ്യ്. ജിഗർ കാലത്തിനനുസരിച്ച് മാറിയ പുതിയ റോളർ ഉപയോഗിക്കുന്നു. പരേഷിന് വാട്ടർ പ്രൂഫിങ്ങിന് കൂടുതൽ സമയം വേണം. എന്നാൽ ജിഗർ വളരെ നേരത്തെ ജോലി പൂർത്തിയാക്കി ഒഴിവു സമയം ആസ്വദിക്കുന്നു. ഒന്ന് വേഗത്തിൽ ജോലി ചെയ്യ്. ചെയ്യുവാണ് മുതലാളി എന്ന് പറയുന്ന നിർത്തി നിന്റെ ജോലി ചെയ്യ്. എന്തുപറ്റി പരേഷ്? നിങ്ങൾ എന്തിനാണ് അവനെ വഴക്ക് പറയുന്നത്? അല്ലാതെ അവൻ എന്ത് ചെയ്യും? അവനത്ര പതുക്കെയാണ് ജോലി ചെയ്യുന്നത്, നോക്കിയേ. പക്ഷെ അത് അവന്റെ തെറ്റല്ല, തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. ഇപ്പോഴും പഴയ വാട്ടർ പ്രൂഫിംഗ് രീതികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് തന്നെ സംഭവിക്കും. വിഡിത്തം പറയരുത് ജിഗർ. കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഇതേ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പഴയ രീതിയാണെന്ന്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു പ്രശ്നവുമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷെ ഉണ്ടാകുന്നുണ്ട്. നിക്ക്, ഞാൻ അവിടെ വന്ന് വിശദീകരിക്കാം. ആ മൂലയിലും അടിക്ക്. എന്താണ് പറയാനുള്ളത്? പറയാം, സമാധാനപ്പെട് പരേഷ്. ഒരു കാര്യം പറയൂ, വാട്ടർ പ്രൂഫിങ്ങിനായി നിങ്ങൾ ഏത് ഉൽപ്പന്നമാണ് ഉപയോഗിക്കുന്നത്? അത് തന്നെ, ഒരു സാധാരണ ലാറ്റക്സ് SBR. ശരി, അതിലേതാ? എല്ലാം കാണാൻ ഒരുപോലെയല്ലേ? വെളുത്തത് ഏതാണ് നല്ലത്, ഏതാണ് മോശം എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? രണ്ടാമത്തെ പ്രശ്നം മിക്സിംഗ് ചെയ്യുമ്പോഴാണ്. അതിലെന്താ പ്രശ്നം? സാധാരണ ലേറ്റക്സ് കട്ടി കുറഞ്ഞതാണ്. ഇതുമൂലം മിശ്രിതവും കട്ടി കുറഞ്ഞതായി തീരുന്നു. അത് കാരണം അതിൽ അടിയിൽ അടിഞ്ഞുകൂടുന്നു. എന്തൊക്കെയായി പറയുന്നത്? ശങ്കർ, ഇങ്ങോട്ട് വാ. ആ സാധാരണ ലാറ്റക്സ് കൊണ്ടുള്ള മിശ്രിതം ഇങ്ങടുത്തെ. ഇത് കണ്ടോ പരേഷ്, എത്രത്തോളം അടിഞ്ഞുകൂടിയിരിക്കുന്നത് നോക്കിക്കേ. മാത്രവുമല്ല, സാധാരണ ലാറ്റക്സ് വളരെ കട്ടി കുറഞ്ഞതിനാൽ സിമെന്റുമായി കലർത്തുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം സിമെന്റ് അടിയിൽ അടിഞ്ഞുകൂടും. അതിനെന്താ കുഴപ്പം? ഈ മിശ്രിതം ബ്രഷ് ഉപയോഗിച്ച് പുരട്ടുമ്പോൾ ചിലയിടങ്ങളിൽ സിമെന്റ് അധികമാകുന്നു, ചിലയിടങ്ങളിൽ ലിക്വിഡും. കോട്ടിംഗ് എല്ലായിടത്തും ഒരുപോലെ കിട്ടില്ല. ഇത് കോട്ടിങ്ങിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും കോട്ടിങ്ങിന്റെ അടരുകൾ താഴേക്ക് വീഴാൻ കാരണമാകുകയും ചെയ്യും. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇന്നലെ നിങ്ങൾ ഈ വശത്തല്ല കോട്ടിംഗ് അടിച്ചത്. ഇവിടെ എത്ര വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നത് നോക്കൂ. മിശ്രിതം എങ്ങനെയായാലും സാരമില്ല, അത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടല്ലോ. പേരിന് മാത്രം ഗുണം ലഭിച്ചിട്ട് എന്ത് കാര്യം പരേഷ്? കട്ടി കുറഞ്ഞ ഉൽപ്പന്നങ്ങളും ഈ കട്ടകളും കാരണം ഇത് പ്രയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, വാട്ടർ പ്രൂഫിങ്ങിന് തുല്യമായി എല്ലായിടം എത്തുകയുമില്ല. അത് പുരട്ടാൻ എന്താണ് ബുദ്ധിമുട്ട്? മിശ്രിതം തയ്യാറാക്കുക, ബ്രഷ് എടുത്ത് പുരട്ടുക. അത് തന്നെയാണ് പ്രശ്നം പരേഷ്. കാലത്തിനനുസരിച്ച് മാറണോ അതോ ആ പഴയ ശീലങ്ങളിൽ ഉറച്ചു നിൽക്കണോ? എന്ന് വെച്ചാ നോക്കൂ, നമ്മൾ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ പലതവണ അടിക്കണം. കാരണം ബ്രഷ് കുറച്ച് സ്ഥലം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഒന്നാമതായിട്ട് നിങ്ങളുടെ ജോലിക്കാരൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ശരിയാണ്, വളരെ ബുദ്ധിമുട്ടാണ് സാർ. നീ നിന്റെ പണി ചെയ്യ്, അവിടെ അടിക്ക്. പരേഷ്, നമ്മൾ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ചെറിയ ചെറിയ വിള്ളലുകൾ അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. ഭാവിയിൽ അവ ചോർച്ചയ്ക്ക് കാരണമാകും. ജിഗർ, വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ചോർച്ച ഒരിക്കലും ഉണ്ടാകാതിരിക്കില്ലല്ലോ. ഇതിലും നല്ല മാർഗം വിപണിയിൽ വേറെ ഇല്ല. ഉണ്ട്. ഏതാണത്? പുതുയുഗത്തിന്റെ പുതിയ വാട്ടർ പ്രൂഫിംഗ് സംവിധാനം, ഡോക്ടർ ഫിക്സിറ്റ് ഓൾ സീൽ. ഡോക്ടർ ഫിക്സിറ്റ് ഓൾ സീൽ? ഇതേത് ലാറ്റക്സ് ആണ്? ലാറ്റക്സ് അല്ല, ലേറ്റസ്റ്റ് ആണ്. സൈബോൺ പോളിമർ കൊണ്ടുണ്ടാക്കിയ ഒരു വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നം. ഈ സാങ്കേതിക വിദ്യ അതിന് തനതായ നീല നിറം നൽകുന്നു. കളർ ഏതായാലും എന്താ ജിഗർ? ഇതിന്റെ നീല നിറം അത് തിരിച്ചറിയുന്നത് എളുപ്പമാക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. മാത്രമല്ല, ഇതിൽ 48% വരെ പോളിമർ അടങ്ങിയിട്ടുണ്ട്. ഇത് കോൺക്രീറ്റിൽ ശക്തമായ പിടി നൽകുന്നു. ഇതൊരു കട്ടിയുള്ള ദ്രാവകമാണ്, അതിനാൽ ഇത് സിമെന്റുമായി കലർത്തുന്നത് എളുപ്പമാണ്. ഇത് കലർത്തുമ്പോൾ കട്ടകളൊന്നും ഉണ്ടാകില്ല. ഇതിന്റെ സൈബോണ്ട് സാങ്കേതിക വിദ്യ കാരണം ഇതിന് നല്ല സിമെന്റ് ഡിസ്പെർഷൻ ക്വാളിറ്റി ഉണ്ട്. തയ്യാറാക്കി 30 മിനിറ്റ് കഴിഞ്ഞാലും മിശ്രിതം കട്ടിയുള്ളതായി തുടരുന്നു. മാത്രമല്ല, ഒരു സാധാരണ ലാറ്റക്സ് പോലെ സിമെന്റ് അടിയിൽ അടിഞ്ഞു കൂടുന്നതുമില്ല. ഇത് എല്ലായിടവും ഒരുപോലെ കോട്ടിംഗ് ലഭിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ വിള്ളലുകൾ ഉണ്ടാകുന്നത് തടയുന്നു. അപ്പോൾ ഇത് ബ്രഷ് ഉപയോഗിച്ച് പുരട്ടുന്നത് എളുപ്പമാകും. പരേഷ്, ഇത് പുതിയ കാലത്തിന്റെ ഉൽപ്പന്നമാണ്. ഇത് പുരട്ടാൻ ബ്രഷ് ആവശ്യമില്ല. നിങ്ങൾക്കിത് ഓൾ സീൽ സ്റ്റാൻഡിംഗ് റോളർ ഉപയോഗിച്ച് പുരട്ടാം. റോളർ കൊണ്ടോ? അതൊരിക്കലും സാധ്യമല്ല. ഇത് ലാറ്റക്സ് അല്ല, ലേറ്റസ്റ്റ് ആണ്. ഇതിൽ അതും സാധ്യമാണ്. മാത്രവുമല്ല, ഇത് ഉപയോഗിക്കുമ്പോൾ ഓരോ സ്ട്രോക്കിലും കൂടുതൽ ഏരിയ കവർ ആകുന്നു. അങ്ങനെ നിങ്ങൾക്ക് 30% വേഗത്തിൽ ജോലി തീർക്കാനാകും. 30% വേഗത്തിലോ? അതായത് കൂലിയിലും 30% ലാഭം. അതെ, ശരിയാണ്. നിങ്ങൾ വേഗത്തിൽ കണക്കൂട്ടിയല്ലോ. അതില്ലാതെ പറ്റില്ലല്ലോ, നമ്മളൊക്കെ ബിസിനസ്സുകാരല്ലേ. ഇപ്പോൾ നിങ്ങളും കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളുടെ തൊഴിലാളികൾക്ക് ഇതുപോലെ കുനിയേണ്ടി വരില്ല. ഒരു പ്രശ്നവുമില്ല.
ശരിയാണ് സാർ, അത് വാങ്ങൂ, വളരെ നല്ല സാധനമാണ്. വാങ്ങൂ എന്ന് പറഞ്ഞിരിക്കാതെ നിന്റെ ജോലി ചെയ്യേ. ജിഗർ ഭായ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, എന്നാൽ ഇത് ഉപയോഗിച്ച ശേഷവും ചോർച്ച ഉണ്ടായാലോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത് പരേഷ്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അഡ്വാൻസ്ഡ് സൈബോണ്ട് സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഓൾസെയിൽ കോട്ടിങ്ങിൽ 48% പോളിമർ അടങ്ങിയിട്ടുണ്ട്. അത് കോൺക്രീറ്റിൽ ശക്തമായ പിടി നൽകുകയും മികച്ച വാട്ടർ പ്രൂഫിംഗ് നൽകുകയും ചെയ്യുന്നു. അതായത് കുറഞ്ഞത് 5 വർഷത്തേക്ക് വിള്ളലുകളോ ചോർച്ചയോ ഉണ്ടാകില്ല. 5 വർഷത്തേക്കോ? ഇത് കൊള്ളാമല്ലോ. വിപണിയിൽ ആർക്കും ഇത്തരം ഒരു ഉറപ്പ് നൽകാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് മികച്ച വാട്ടർ പ്രൂഫിംഗ് നൽകുന്നത് മികച്ച ഉൽപ്പന്നങ്ങളാണ്. കൂടാതെ അത് പ്രയോഗിക്കാനുള്ള ശരിയായ രീതിയും ഒരു കാരണമാണ്. ഇത് ഉപയോഗിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് നിങ്ങളുടെ സാധാരണ ലേറ്റക്സ് അല്ല, സൈബോണ്ട് ടെക്നോളജിയുള്ള കോട്ടിംഗ് ആണ്. റോളർ ആപ്ലിക്കേഷൻ ആണ് പരേഷ്. വാ, ഞാൻ കാണിച്ചു തരാം. പൊടിയും മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിനായിട്ട് വയർ ബ്രഷോ സ്ക്രബ്ബറോ ഉപയോഗിച്ച് ആദ്യം ഉപരിതലം വൃത്തിയാക്കുക. സ്ക്രബിംഗ്, ഗ്രൈൻഡിംഗ്, ഗ്രിറ്റ് ബ്ലാസ്റ്റിംഗ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രതലം പരുക്കനാക്കുക. ശേഷം വെള്ളം കൊണ്ട് നന്നായി കഴുകുക. ആദ്യത്തെ കോട്ട് അടിക്കുന്നതിന് മുൻപ് ഉപരിതലത്തിൽ കുറച്ച് വെള്ളം തളിക്കുക. ഇനി ഓൾ സീൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വാട്ടർ പ്രൂഫിങ്ങിനായിട്ട് ഡോക്ടർ ഫിക്സിറ്റ് ഓൾ സീലും സിമെന്റും 1:1 എന്ന അനുപാതത്തിൽ എടുക്കുക. അതായത് ഓൾ സീലും സിമെന്റും ഒരേ അളവിലെടുക്കുക. ഓർമ്മിക്കുക, ഓൾ സീലിൽ സിമെന്റ് അല്പാൽപമായി ചേർത്താണ് കലർത്തേണ്ടത്. അപ്പോൾ കട്ടകൾ ഉണ്ടാകില്ല. ഇത് മിശ്രിതം മുഴുവൻ ഒരുപോലെയാക്കും. മെക്കാനിക്കൽ സ്റ്റിറർ ഉപയോഗിച്ച് 2-3 മിനിറ്റ് ഇത് മിക്സ് ചെയ്യുക. അതിനുശേഷം മിശ്രിതത്തിന്റെ ഒരു പാളി തിരശ്ചീന ദിശയിൽ മേൽക്കൂരയിൽ പുരട്ടുക. 4 മുതൽ 6 മണിക്കൂർ വരെ കാത്തിരിക്കുക. അതിനുശേഷം രണ്ടാമത്തെ കോട്ട് ചരിഞ്ഞ ദിശയിൽ പുരട്ടുക. ആവശ്യമുള്ള ചരിവിനും കനത്തിനും വേണ്ടി ഉപരിതലത്തിൽ ഒരു സംരക്ഷിത പാളി ഉണ്ടാക്കുക. ഓൾ സീൽ ഒരു അണ്ടർകോട്ട് സംവിധാനമാണ്, അതുകൊണ്ട് സംരക്ഷിത പാളി ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു സംരക്ഷിത പാളി നിങ്ങൾക്ക് സിമെന്റ് സ്ക്രീഡ്, ടൈല്, ചൈന മൊസൈക്ക് അല്ലെങ്കിൽ ഇഷ്ടിക ബാറ്റ്, കോബ എന്നിവ കൊണ്ടുണ്ടാക്കാം. ഇത്ര എളുപ്പമാണോ? ഇനി മുതൽ മേൽക്കൂരയുടെ വാട്ടർ പ്രൂഫിങ്ങിന് ഇത് തന്നെ ഞാൻ ഉപയോഗിക്കും. പരേഷ്, നിങ്ങൾക്ക് മേൽക്കൂരയിൽ മാത്രമല്ല ഡോക്ടർ ഫിക്സിറ്റ് ഓൾ സീൽ ഉപയോഗിക്കാൻ കഴിയുന്നത്. അടുക്കള, ബാൽക്കണി, കുളിമുറി, സൺഷെയ്ഡുകൾ, ലിഫ്റ്റ് പിറ്റുകൾ എന്നിവയിലും ഇത് ഉപയോഗിക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, പുതിയ കാലത്തെ ഉൽപ്പന്നങ്ങൾ പുതിയ കാലത്തെ മാർഗങ്ങൾ ഉപയോഗിച്ച് മാത്രം പ്രയോഗിക്കണം. അതായത് സ്റ്റാൻഡിംഗ് റോളർ ഉപയോഗിച്ച്. ഇനി മുതൽ സാധാരണ ലേറ്റക്സ് വേണ്ട. വാട്ടർ പ്രൂഫിങ്ങിനായി ഞാൻ ഡോക്ടർ ഫിക്സിറ്റ് ഓൾ സീൽ മാത്രമേ ഉപയോഗിക്കൂ. പുതുയുഗത്തിന്റെ ഡോക്ടർ ഫിക്സിറ്റ് ഓൾ സീൽ, അഡ്വാൻസ്ഡ് സൈബോൺ ടെക്നോളജി, എളുപ്പമുള്ള റോളർ ആപ്ലിക്കേഷൻ, മെച്ചപ്പെട്ട മിശ്രിതം, മെച്ചപ്പെട്ട വാട്ടർ പ്രൂഫിംഗ്. നിങ്ങൾ എപ്പോഴാണ് വാങ്ങുന്നത്? ഡോക്ടർ ഫിക്സിറ്റ് ഓൾ സീൽ നിങ്ങളുടെ സീലിംഗും ബാത്റൂമും സീൽ ചെയ്യുന്നു. ഡോക്ടർ ഫിക്സിറ്റ് ഓൾ സീൽ.